കുട്ടികളെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും ക്ലിയറായിട്ട് മനസ്സിലാക്കി പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലോങ് ഫോം ഓഫ് ദ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ എലമെൻസുകളെ കുറിച്ചൊക്കെ അതിലെ എലമെൻസുകളെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ പീരീഡിലെയും ഓരോ ഗ്രൂപ്പിലെയും എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് പീരീഡ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ റോകളെയാണ് നമ്മൾ പീരീഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഈ ഓരോ പീരീഡിലെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഏത് ഓർബിറ്റൽസ് ആണ് ഫില്ല് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യപ്പെടുന്നത് അത് ആ പീരീഡിലെ എലമെൻസുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പീരീഡിൽ നമ്മൾ n=1 എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. n=1 എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കെ ഷെല്ലിന്റെ n വാല്യൂ n=1 ആണ്. നമുക്കറിയാം അവിടെ ഏത് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ? 1s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ, വേറെ ഓർബിറ്റൽസ് ഒന്നുമില്ല. അപ്പോൾ ഈ 1s ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഓർബിറ്റൽ, ഒരു സിംഗിൾ ഓർബിറ്റലാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി ആ പീരീഡിലെ എലമെന്റ്സിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും അത് എത്ര തന്നെയാണ്? 2 തന്നെയാണ്. നമുക്കറിയാം ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ആ പീരീഡിലുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് പീരീഡിലുള്ള എലമെന്റ്സിന്റെ എണ്ണവും എത്ര തന്നെയാണ്? 2 ആണ്. ഇനി രണ്ടാമത്തെ പീരീഡ് എന്താണ്? സെക്കൻഡ് പീരീഡിന്റെ n വാല്യൂ 2 ആണ്. അപ്പോൾ അതായത് എൽ ഷെല്ലാണ്. എൽ ഷെല്ലില് 2s 2p ഈ ഓർബിറ്റൽസ് മാത്രമാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. 2s ഓർബിറ്റലും ഉണ്ട്, 2p ഓർബിറ്റലും ഉണ്ട്. അപ്പോൾ ഈ s ഓർബിറ്റലിലാണെങ്കിൽ 2 ഇലക്ട്രോൺ മാത്രമേ കൊള്ളുള്ളൂ. p ഓർബിറ്റൽസ് 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 3 × 2 6 ഇലക്ട്രോൺസ് കൊള്ളും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെക്കൻഡ് പീരീഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 + 6 = 8. ഒന്നുകൂടെ പറയാം, സെക്കൻഡ് പീരീഡിൽ 2s ഓർബിറ്റലും 2p ഓർബിറ്റലുമാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. s ഓർബിറ്റൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, പക്ഷെ p ഓർബിറ്റൽസ് 3 എണ്ണം ഉണ്ട്. ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 4 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ 2 + 6 = 8. ഇനി തേർഡ് പീരീഡ് നോക്കുകയാണെങ്കിൽ n=3 ആണ്. തേർഡ് പീരീഡ് ആണെങ്കിൽ n=3 ആണ്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യപ്പെടുന്നത് 3s ഉം 3p ആണ്. അപ്പോൾ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 + 6. p ഓർബിറ്റലിൽ 6 എണ്ണം കൊള്ളും, s ഓർബിറ്റലിൽ 2. എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 8 ആയിരിക്കും. നമ്മൾ ആ പീരീഡിൽ നോക്കിയാലും എത്ര എലമെന്റ്സ് ഫില്ല് ചെയ്യപ്പെടുന്നതായി കാണാം? 8 എലമെന്റ്സ് ഫില്ല് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. അതുപോലെ n=4 ആണെങ്കിൽ ആ ഷെല്ലിൽ ഫില്ല് ചെയ്യപ്പെടുന്നത് 4s ആണ്. അതിനുശേഷം 3D ഫില്ല് ചെയ്യപ്പെടും. എനർജിയുടെ ഓർഡർ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഓഫ് ഓർഡർ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകാത്തവരും ബുദ്ധിമുട്ടുണ്ട. നമ്മൾ അടുത്ത സെക്കൻഡ് ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നു. ഇപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യാം. 4s 3D ആൻഡ് 4p ഓർബിറ്റൽസ് ആർ ബീയിങ് ഫിൽഡ്. നമുക്കറിയാം s ഓർബിറ്റലിൽ 2 ഇലക്ട്രോണും d ഓർബിറ്റലില് 10 ഇലക്ട്രോണാണ് മാക്സിമം ഫില്ല് ചെയ്യപ്പെടുന്നത്. 5 d ഓർബിറ്റൽസ് ഉണ്ട്, അതുകൊണ്ട് മാക്സിമം 10 ഇലക്ട്രോൺസ്. ദെൻ p ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺസ്, ടോട്ടല് 18 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ആ പീരീഡിൽ മാക്സിമം ഫില്ല് ചെയ്യപ്പെടുന്ന എലമെന്റ്സിന്റെ എണ്ണവും എത്ര തന്നെയാണ്? 18. നമ്മൾ നോക്കിയാൽ അറിയാം, 4ാമത്തെ പീരീഡിൽ 18 എലമെന്റ്സ് ഉണ്ടെന്ന് കാണാം. അതുപോലെ 5ാമത്തെ പീരീഡാണ് n=5 ആണ്. അതിന്റെ ഫില്ല് ചെയ്യപ്പെടുന്ന ഓർബിറ്റൽ 5s കഴിഞ്ഞാൽ അടുത്ത എനർജി 4Gക്കാണ്. അതിനുശേഷമാണ് 5p ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 2 + d ഓർബിറ്റലിൽ 10 + p ഓർബിറ്റലിൽ 6 ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നു. ആ പീരീഡിലെ എലമെന്റ്സിന്റെ എണ്ണം എത്ര തന്നെയാണ്? 18 തന്നെയാണ്. ഇനി 6th പീരീഡ് ആകുമ്പോഴത്തേക്ക് അടുത്ത f ഓർബിറ്റലും കൂടെ ഫില്ല് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ n=6 ആണ്. 6s അടുത്ത എനർജി 4f ഓർബിറ്റലിനാണ്.
പിന്നെ അടുത്തത് 5d, പിന്നെ 6p. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2, s ഓർബിറ്റൽ 2, 7 f ഓർബിറ്റലുണ്ട്. അപ്പോൾ അതിനകത്ത് 7 f ഓർബിറ്റലിൽ മാക്സിമം ഫില്ല് ചെയ്യപ്പെടുന്നത് 7 × 2 14 ഇലക്ട്രോൺസ് ആണ്. 5 d ഓർബിറ്റൽസിൽ 10 ഇലക്ട്രോൺ, 3 p ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ 32. നമുക്കറിയാം ആ പീരീഡിൽ നോക്കിക്കഴിഞ്ഞാലും ടോട്ടൽ 32 എലമെന്റ്സ് ഉണ്ട്. അതുപോലെ 7th പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 7 ഓർബിറ്റൽ ഫില്ല് ചെയ്യപ്പെടുന്ന ഓർബിറ്റൽ 7s, 5f, 6d, 7p. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 32 ആണ്. അതിലെ എലമെന്റ്സിന്റെ ആ 7th പീരീഡിലെ എലമെന്റ്സിന്റെ എണ്ണം നോക്കിയാലും 32 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകും, ആ ഓരോ പീരീഡിലും ഫില്ല് ചെയ്യപ്പെടുന്ന ഓർബിറ്റൽസിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും ആ എലമെന്റിന്റെ ആ പീരീഡിലുള്ള എലമെന്റ്സിന്റെ എണ്ണവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അടുത്തത് ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാം എലമെന്റുകളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 1 ഇലക്ട്രോൺ ആണ്. അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിരിക്കും. ഫിസിക്കൽ ആയാലും കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയാലും സിമിലർ തന്നെയായിരിക്കും. അതുപോലെ ഗ്രൂപ്പ് 2 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അതുകൊണ്ട് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ തന്നെയായിരിക്കും. അതുപോലെ ഗ്രൂപ്പ് 13 എടുത്താലും അതിന്റെ എല്ലാം ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ അതിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിരിക്കും. അപ്പോൾ സെയിം ഗ്രൂപ്പാണ്, സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺസ് പറഞ്ഞ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടിയെ നിർണ്ണയിക്കുന്നത്. പിന്നെ അതുകൊണ്ട് സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഈ ഗ്രൂപ്പുകളെ പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ബ്ലോക്സ് ഏതാണെന്ന് ചോദിച്ചാൽ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ S ബ്ലോക്ക് എലമെന്റ്സ് ആണ്. S ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1 ആൻഡ് 2. ഗ്രൂപ്പ് 1 നമ്മൾ ആൽക്കലി മെറ്റൽ, സോഡിയം എന്ന് പറഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, അത് ആൽക്കലി മെറ്റൽസ് എന്നും. രണ്ടാമത്തെ ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും ആണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പ് 1 ആൻഡ് 2 ആണ് S ബ്ലോക്ക് എലമെന്റ്സിൽ പെടുന്നത്. ഏതൊക്കെ ഗ്രൂപ്പുകളാണ്? ഗ്രൂപ്പ് 1 ആൻഡ് 2. ഇനി ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് NS1 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൽ എന്താണ്, രണ്ടാമത്തെ പീരീഡിലാണെങ്കിൽ 2s1 ആയിരിക്കും. ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആണെങ്കിൽ 2s2 ആയിരിക്കും. അപ്പോൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 അല്ലെങ്കിൽ NS2 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് 1 ആണെങ്കിൽ അവ മിക്കവാറും 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട +1 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലായിരിക്കും അതിന്റെ കോമ്പൗണ്ടുകൾ ഉണ്ടാവുക. 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി ഫോം ചെയ്യും ഗ്രൂപ്പ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ കോമ്പൗണ്ടുകളായിരിക്കും കൂടുതൽ ഫോം ചെയ്യുക. ഇനി ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളായിരിക്കും കൂടുതലായി കാണിക്കുക. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളായിരിക്കും കൂടുതലായി കാണിക്കുക. പിന്നെ നമുക്കറിയാം ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒന്നും ഫ്രീ ആയിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നില്ല. കാരണം വളരെ റിയാക്റ്റീവ് എലമെന്റ്സ് ആണ്. അപ്പോൾ അത് എപ്പോഴും മറ്റുള്ള എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടുകളായിട്ടാണ് കാണപ്പെടുക, അല്ലെങ്കിൽ സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുക. പിന്നെ മിക്കവരും ഈ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ, ഉദാഹരണം സോഡിയൊക്കെ നമുക്ക് കത്തി കൊണ്ട് മുറിക്കാം, അത്രയും സോഫ്റ്റ് ആണ്. സോഫ്റ്റ് മെറ്റൽസ് വിത്ത് ലോ അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് വിളിക്കുക അയണൈസേഷൻ എനർജി. അപ്പോൾ അയണൈസേഷന് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ അതിന്റെ ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സോഫ്റ്റ് മെറ്റൽസ് ഓഫ് ലോ അയണൈസേഷൻ എനർജി ആയിരിക്കും. They form ionic compounds. Ionic compounds ആണ് കൂടുതലും ഫോം ചെയ്യുക. അയോണിക് കോമ്പൗണ്ട്സ് നിങ്ങൾ 10ലൊക്കെ പഠിച്ചിട്ടുള്ള അയോണിക സംയുക്തങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി, ഇലക്ട്രോൺ നേടുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് വിളിക്കുക അയോണിക് കോമ്പൗണ്ട്സ്. അപ്പോൾ S ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ പഠിച്ചോണം. ഗ്രൂപ്പ് 1 ആൻഡ് 2 ആണ് S ബ്ലോക്ക് എലമെന്റ്സ്. അതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 അല്ലെങ്കിൽ NS2 ആയിരിക്കും. ഗ്രൂപ്പ് 1 ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നേച്ചറിൽ കാണപ്പെടുന്നില്ല.
പിന്നെ ഇവ സോഫ്റ്റ് മെറ്റൽസ് ആണ്, ലോ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ലോ അയണൈസേഷൻ എന്താല്പര്യമുള്ള സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഇവ അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. പിന്നെ ഇതിന്റെ ഔട്ടർ എസ് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അടുത്ത പി ബ്ലോക്ക് എലമെന്റ്സ്, രണ്ടാമത്തെ ബ്ലോക്ക് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ലാസ്റ്റ് ഈ പി ബ്ലോക്ക് എലമെന്റ്സ് നമുക്കറിയാം ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണ്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെയാണ് വിളിക്കുക പി ബ്ലോക്ക് എലമെന്റ്സ്. അവ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. സെമി മെറ്റൽസ് തന്നെയാണ് വിളിക്കുക മെറ്റലോയിഡ്സ്. അപ്പോൾ കുറച്ച് മെറ്റൽസ് ഉണ്ട്, 3-4 മെറ്റലോയിഡ്സ് ഉണ്ട്, ബാക്കിയുള്ളവ നോൺ മെറ്റൽസ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡേഴ്സ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് പി ഓർബിറ്റൽ. ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഔട്ടർ മോസ്റ്റ് പി ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുക പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2np1 to ns2np6, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം ns2np1 to 6 എന്ന ഒരു ഹൈഫൻ ഇട്ടാൽ മതി, 1 to 6 എന്ന് എഴുതാം. അപ്പോൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ns2np1 to ns2np6 എന്ന് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള ഫാമിലികൾ ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലിയാണ്. അതിൻ്റെ പേര് ചാൽക്കോജൻസ് എന്നാണ്. ചാൽക്കോജൻസ് അതിൻ്റെ മീനിങ് ഓർ ഫോമിങ് എന്നാണ്. അപ്പോൾ മിക്ക മെറ്റൽസിൻ്റെയും ഓറുകൾ എന്താണ് ഓക്സൈഡുകളോ സൾഫൈഡുകളോ ഒക്കെയാണ്. ഓക്സിജൻ സൾഫറൊക്കെ ഫാമിലിയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓർ ഫോമിങ് എന്ന് പറഞ്ഞാൽ അയിരുകൾ ഉണ്ടാക്കുന്നവർ. ഇനി ഗ്രൂപ്പ് 17 ഹാലജൻസ് ആണ്. നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയവ അസ്റ്റാറ്റിൻ, ഇവ എന്താണ് ഹാലജൻസ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ മീനിങ് സോൾട്ട് ഫോമിംഗ് എന്നാണ്. അപ്പോൾ മിക്ക സോൾട്ടുകളും ഒന്നെങ്കിൽ ഹാലൈഡുകളായിരിക്കും. അപ്പോൾ സോൾട്ട് ഫോമിംഗ് ആണ്. ഗ്രൂപ്പ് 18 നമുക്കറിയാം നോബിൾ ഗ്യാസ് ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ തുടങ്ങിയവ നോബിൾ ഗ്യാസുകളാണ്. അവയ്ക്ക് എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ ഓർബിറ്റൽസ് ആണ്, അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കിയ ഔട്ടർ ഓർബിറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവ ലെസ് റിയാക്റ്റീവ്, നോബിൾ ഗ്യാസ്. ഇനി പി ബ്ലോക്കും എസ് ബ്ലോക്കും കൂടെ ഒരുമിച്ച് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കും. പി ബ്ലോക്കും എസ് ബ്ലോക്കും കൂടെ ഒരുമിച്ച് എന്തെന്ന് വിളിക്കും? റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ഇപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാണ് പി ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒരുമിച്ച് ഏത് പേര് വിളിക്കപ്പെടും? റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഈ ഗ്രൂപ്പുകളിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് വരും, താഴേക്ക് വരുംതോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്തു വരും. അങ്ങേയറ്റത്ത് നോൺ മെറ്റൽസും ഇങ്ങേയറ്റത്ത് മെറ്റൽസും ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്ത് വരും, നോൺ മെറ്റാലിക് ക്യാരക്ടർ റൈറ്റിലേക്ക് പോകുന്നതോറും ഇൻക്രീസ് ചെയ്തു വരും. അടുത്ത ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാം. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറൊരു പേര് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളിൽ നിന്ന് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളിലേക്കുള്ള ട്രാൻസിഷൻ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അവയ്ക്ക് ഇടയ്ക്ക് വരുന്നത് കൊണ്ടാണ് എന്തെന്ന് വിളിക്കുക? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുക. ഉദാഹരണമായിട്ട് ഏത് ഗ്രൂപ്പുകളാണ് ഇതിനകത്തുള്ളത്? ഗ്രൂപ്പ്സ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡേഴ്സ് ഇൻ ദ ഇന്നർ ഡി ഓർബിറ്റൽ. ഇന്നർ ഏറ്റവും പുറത്തെ ഷെല്ലിന്റെ തൊട്ടകത്തുള്ള ഷെല്ലിലെ ഇന്നർ ഡി ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ n-1 D1 to 10. അപ്പോൾ ഗ്രൂപ്പ് 13 ആണെങ്കിൽ D1 ആയിരിക്കും. ഗ്രൂപ്പ് 3 ആണെങ്കിൽ D1 ആയിരിക്കും. ഗ്രൂപ്പ് 12 ആണെങ്കിൽ D10 കോൺഫിഗറേഷൻ ആയിരിക്കും. ഇപ്പോൾ n-1 D1 to 10, nsലാണെങ്കിൽ 1 to 2, 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ്. പിന്നെ ഇതെല്ലാം ഹാർഡ് മെറ്റൽസ്. നമുക്കറിയാം അയൺ, കൊബാൾട്ട് ഒക്കെ ഇതിൽ വരുന്ന മെറ്റൽസ് ആണ്. ഹാർഡ് മെറ്റൽസ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തിളനില, ഉരുകുന്ന ടെമ്പറേച്ചർ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്ന ടെമ്പറേച്ചർ. ദെൻ ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. കളറുള്ള കോമ്പൗണ്ടുകളായിരിക്കും മിക്കവയും ഫോം ചെയ്യുന്നത്. പിന്നെ പാരാമാഗ്നറ്റിക്കിന് മിക്കവയും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള, അല്ലെങ്കിൽ പെയർ ചെയ്യപ്പെടാത്ത ഇലക്ട്രോൺസ് ഉള്ള കാരണം പാരാമാഗ്നറ്റിക് ആയിരിക്കും. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ വീക്കിലി അട്രാക്റ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. പുറത്തുനിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരികയാണെങ്കിൽ അതിലേക്ക് വീക്കായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും.
അല്ലെങ്കിൽ ആകർഷിക്കപ്പെടും. അപ്പോൾ എന്ന് വിളിക്കാം പാരാമാഗ്നറ്റിക്. പിന്നെ ഇവ മിക്കവയും എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഉൾപ്രേരകങ്ങളായിട്ട്, കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടും. പിന്നെ വേറെ ഒരു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് പറയുകയാണെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നു. മിക്കവയും വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നു. അടുത്ത എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുക. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പൊ ഇതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്ന ഇന്നർ എഫ് ഓർബിറ്റലിലാണ്. അപ്പോൾ ഏറ്റവും പുറത്തെ ഷെല്ലിന്റെ എന്താണ് ഏറ്റവും പുറത്തതിന് ഉള്ളിലുള്ള രണ്ടാമത്തെ ഷെല്ലിലെ എഫ് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കും. അപ്പോൾ ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലെ എഫ് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ n-2 F1 to 14. ഇതാണ് ഏറ്റവും പുറത്തുള്ള രണ്ടാമത്തെ ഷെല്ല്, F1 to 14. പിന്നെ n-1 ഡിയിലാണെങ്കിൽ 0 അല്ലെങ്കിൽ 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഇനി ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? 2 ഇലക്ട്രോൺസ് ഉണ്ടാകും. പിന്നെ ഇത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ താഴെ 2 മെയിൻ ബ്ലോക്കിൽ നിന്ന് വിട്ട് 2 റോകൾ കാണാം. അപ്പോൾ എന്താണ്? ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സ് ആണ്. ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്? ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ 14 എലമെന്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം സീരിയം ആൻഡ് എൻഡിങ് ഇൻ ലൂട്ടീഷ്യം. അപ്പോൾ സീരിയത്തിൽ തുടങ്ങി ലൂട്ടീഷ്യത്തിൽ അവസാനിക്കുന്ന എലമെന്റുകളെയാണെന്ന് വിളിക്കാം ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുക. അതുപോലെ ആക്ടിനോയിഡ്സ് തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 എലമെന്റ്സ് ആണ്. ആറ്റോമിക് നമ്പർ 90 മുതൽ 103 വരെ. അതുപോലെ ലാന്തനോയിഡ്സിലാണെങ്കിൽ 4f ഓർബിറ്റിലായിരിക്കും ഗ്രാജുവലായിട്ട് ഫില്ല് ചെയ്യപ്പെടുക. ആക്ടിനോയിഡ്സിലാണെങ്കിൽ 5f ഓർബിറ്റിലാണ് ഗ്രാജുവലായിട്ട് ഫില്ല് ചെയ്യപ്പെടുക. പിന്നെ ഇവയും ഏതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ തന്നെ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. പിന്നെ ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ മിക്കവയും തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ്. പുതിയ ന്യൂക്ലിയസുകളായിട്ട് വിഘടിച്ച് പോകും. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആണ്. മിക്കവയും മാൻമെയ്ഡ് എലമെന്റ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്. മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയ എലമെന്റ്സ് ആണ്. പിന്നെ എലമെന്റ്സ് കഴിഞ്ഞ് എന്താണ്? ആഫ്റ്റർ യുറേനിയം കഴിഞ്ഞ് ഉള്ള എലമെന്റ്സിനെ നമ്മൾ ട്രാൻസ് യുറാനിക് എലമെന്റ്സ് എന്ന് വിളിക്കും. യുറേനിയം കഴിഞ്ഞുള്ള എലമെന്റ്സ് നമ്മളെന്ന് വിളിക്കും ട്രാൻസ് യുറാനിക് എലമെന്റ്. ഇനി നമുക്ക് ചില പ്രോപ്പർട്ടികളുടെ ഗ്രൂപ്പിലും പീരീഡിലും ഉള്ള വേരിയേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. ഒന്നാമത്തത് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സൈസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്നതാണ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് വളരെ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് വരെയുള്ള ദൂരത്തെയാണ് നമുക്ക് അറ്റോമിക് റേഡിയസ് എന്ന് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ റേഡിയസ് ഇങ്ങനെ അളക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം ആറ്റത്തിന്റെ സൈസ് വളരെ കുറവാണ്. ഏകദേശം 10⁻⁻10 സെന്റിമീറ്റർ എന്നുള്ള ആ ഓർഡറിലാണ്. വളരെ ചെറിയ സൈസാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിന്റെ റേഡിയസ് കാൽക്കുലേറ്റ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ക്ലൗഡ് ഇതിന് ഒരു കൃത്യമായ ബൗണ്ടറി ഇല്ല. ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള മേഖലകളെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡിന് കൃത്യമായ ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ടും ആറ്റത്തിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് അറ്റോമിക് റേഡിയസ് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആറ്റത്തിന്റെ സെന്റർ മുതൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഈ ദൂരത്തെ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ്. അപ്പോൾ അത് നമുക്ക് ആറ്റത്തിന്റെ സൈസിനെ കുറിച്ച് ഒരു ഐഡിയ തരും. പക്ഷെ അത് ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ടുള്ള അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കുന്നത് ബോണ്ടഡ് ആറ്റങ്ങളിലാണെങ്കിൽ കോവലന്റ്ലി ബോണ്ടഡ് ആറ്റങ്ങൾ അല്ലെങ്കിൽ സഹസംയോജക ബന്ധമുള്ള മോളിക്യൂൾസിലാണെങ്കിൽ അത് കോവലന്റ് റേഡിയസ് ആയിട്ടാണ് ഈ മോളിക്യൂളുകളിൽ നമ്മൾ അറ്റോമിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോവലന്റ് റേഡിയസ് ഇപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കോവലന്റ് ബോണ്ട് വഴി ഫോം ചെയ്തിരിക്കുന്നു വിചാരിക്കുക. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കോവലന്റ് ബോണ്ട് വഴി ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ അതിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് AB എന്ന് റെപ്രസെന്റ് ചെയ്യാം. ന്യൂക്ലിയസ് തമ്മിലുള്ള ദൂരം AB എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ പകുതിയാണ്
കോവലന്റ് റേഡിയസ്. അപ്പോൾ ഹാഫ് ഓഫ് എ ബി ഗീവ്സ് കോവലന്റ് റേഡിയസ്, അതായത് ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻ ടു കോവലന്റ്ലി ബോണ്ടഡ് സിമിലർ. അപ്പോൾ ഒരേ ടൈപ്പ് ആറ്റങ്ങളായിരിക്കണം, കോവലന്റ് ബോണ്ട് വഴി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അവയുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിയാണ് നമ്മൾ കോവലന്റ് റേഡിയസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ നോൺ ബോണ്ട്, ഇപ്പൊ നോബിൾ ഗ്യാസുകളൊക്കെ ആണെങ്കിൽ ബോണ്ടുകൾ ഫോം ചെയ്യും. നോബിൾ ഗ്യാസുകൾ എന്ത് ഫോം ചെയ്യുന്നില്ല? ബോണ്ടുകൾ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ തൊട്ടടുത്തടുത്തുള്ള രണ്ട് നോൺ ബോണ്ടഡ് ആറ്റങ്ങൾ എടുക്കുകയാണ്, അവയുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും ഏതാണ്? വാണ്ടർ വാൾസ് റേഡിയസ്. അപ്പോൾ വാണ്ടർ വാൾസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ half of internuclear distance between two non-bonded similar atoms which are adjacent to each other. അടുത്തടുത്ത രണ്ട് നോൺ ബോണ്ടഡ് ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിയാണ് വാണ്ടർ വാൾസ് റേഡിയസ്. നമുക്കറിയാം സ്വാഭാവികമായിട്ട് വാണ്ടർ വാൾസ് റേഡിയസ് എന്തിനേക്കാൾ കൂടുതലായിരിക്കും? കോവലന്റ് റേഡിയസിനേക്കാൾ കൂടുതലാണ്. കാരണം നോൺ ബോണ്ടഡ് ആറ്റങ്ങൾ, അടുത്തടുത്തുള്ള രണ്ട് ആറ്റങ്ങൾ നോൺ ബോണ്ടഡ് ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും നമ്മൾ എടുക്കുക. അതുപോലെ ഒരു മെറ്റൽസിലാണ് നമ്മൾ മെറ്റാലിക് റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിന്റെ കോറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും എന്തായിട്ട് എടുക്കുക? മെറ്റാലിക് റേഡിയസ് ആയിട്ട് എടുക്കുക. ഇനി ഒരു ഗ്രൂപ്പിലും പീരീഡിലും ആറ്റോമിക് റേഡിയസ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് അലോങ് എ പീരീഡ്, ഒരു പീരീഡിൽ അറ്റോമിക് റേഡിയസ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ് കുറഞ്ഞാണ് വരുന്നത്. ഉദാഹരണം നമ്മൾ സെക്കൻഡ് പീരീഡ് എടുക്കുകയാണെങ്കിൽ ലിഥിയത്തിനായിരിക്കും ഏറ്റവും കൂടിയ സൈസ്, ഏറ്റവും കുറഞ്ഞ സൈസ് വരുന്നത് ഫ്ലൂറിനായിരിക്കും. കാരണം ഇടത്തു നിന്ന് വലത്തേക്ക് വരുന്നതോറും ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ സെയിം ഷെൽ. അപ്പൊ ഷെല്ലൊന്നും വ്യത്യാസം വരുന്നില്ല, ഒരേ ഷെല്ലിൽ തന്നെയാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ന്യൂക്ലിയർ ചാർജ് ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജിന്റെ എണ്ണമാണ്, അതായത് ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. നമുക്കറിയാം ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത്, അതിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോണിനാണ്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണം, അല്ലെങ്കിൽ ഔട്ടർ ഷെല്ലിൽ തമ്മിലുള്ള ആകർഷണം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പ്രോട്ടോണിന്റെ എണ്ണം കൂടി വരുന്ന കാരണം ന്യൂക്ലിയസ് ഔട്ടർ ഷെല്ലിനെ ഉള്ളിലേക്ക് വലിക്കും. അതുകൊണ്ട് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്തു വരുന്നു? കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പീരീഡിൽ അറ്റോമിക് റേഡിയസ് എങ്ങനെ വ്യത്യാസപ്പെടും? അപ്പോൾ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നു. കാരണം ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത് ഒരേ ഷെല്ലിലാണ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിലെ പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കൂടി വരുന്നു. അതുകൊണ്ട് ന്യൂക്ലിയസ് ഔട്ടർ ഷെല്ലിനെ ഉള്ളിലേക്ക് വലിക്കുന്നു. അതുകൊണ്ട് അറ്റോമിക് റേഡിയസ് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇപ്പോൾ സെക്കൻഡ് പീരീഡിലെ എലമെന്റ്സിന്റെ അറ്റോമിക് റേഡിയസ് ആണ്. അപ്പോൾ ലിഥിയത്തിനാണ് ഏറ്റവും കുറവ്, ഫ്ലൂറിനാണ്. പിന്നെ നോബിൾ ഗ്യാസിനെ നോക്കിക്കഴിഞ്ഞാൽ അവ ബോണ്ടുകളിലൊന്നും പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ സൈസ് സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കും. ഇനി വേരിയേഷൻ ഡൗൺ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും എങ്ങനെ വ്യത്യാസപ്പെടുന്നു നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ അറ്റോമിക് റേഡിയസ് ആണ്. ആദ്യം ലിഥിയത്തിന് ഏറ്റവും കുറവും സീഷ്യത്തിന് ഏറ്റവും കൂടുതലാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. കാരണം എന്തായിരിക്കും? നമുക്കറിയാം ഓരോ പീരീഡിലും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ഓരോ ഷെല്ലുകൾ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ ഓർബിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്, ഓരോ പീരീഡിലും ഓരോ ഷെല്ലുകൾ കൂടി വരുന്നു. അതുപോലെ ദ സ്ക്രീനിങ് ഇഫക്റ്റ് ഓഫ് ഔട്ടർ ഇലക്ട്രോൺസ് ഫ്രം ദ ന്യൂക്ലിയസ് ബൈ ദ ഇന്നർ കോർ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പോൾ ഈ നടുക്കുള്ള ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ നടുക്കുള്ള ഷെല്ലുകൾ ഔട്ടർ ഷെല്ലുകളെ അല്ലെങ്കിൽ ഔട്ടർ ഇലക്ട്രോൺസിനെ എന്തിൽ നിന്ന് തടയുന്നു? ന്യൂക്ലിയസിൽ നിന്ന് തടയുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു സ്ക്രീൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡിൽ, ആ സ്ക്രീനിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോൺസും തമ്മിലുള്ള ആ അട്രാക്ഷൻ കുറയുന്നതിന് എന്ത് കാരണമാകും? അതിനിടയ്ക്കുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഷെല്ലുകൾ കാരണമാകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ താഴേക്ക് വരുന്നതോറും സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് ഇഫക്റ്റ് കൂടുന്നു, താഴേക്ക് വരുന്നതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ
ലീഥിയത്തിന് 2 ഷെല്ലേ ഉള്ളൂ, പക്ഷെ സോഡിയത്തിന് 3 ഷെല്ലുള്ളത് കൊണ്ട് സ്വാഭാവികമായും സോഡിയത്തിന്റെ സൈസ് കൂടും. അതുപോലെ പൊട്ടാസ്യത്തിന് 4 ഷെല്ലുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് പിന്നെയും കൂടും. അതുപോലെ റുബീഡിയത്തിന് 5 ഷെല്ലുള്ളത് കൊണ്ട് എന്താണ് സൈസ് കൂടി വരും. അതുപോലെ സ്ക്രീനിങ് എഫക്റ്റ്, ഇന്നർ ഷെല്ലുകളുടെ എണ്ണം അല്ലെങ്കിൽ അകത്തുള്ള ഷെല്ലുകളുടെ എണ്ണം കൂടുന്തോറും എന്താണ് സ്ക്രീനിങ് എഫക്റ്റ് കൂടും. അപ്പോൾ ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഇത് രണ്ടും സൈസ് കൂടുന്നതിന് കാരണമാകും. അടുത്തത് നമുക്ക് അയോണിക് റേഡിയസ് എന്താണെന്ന് നോക്കാം. അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് അയോൺസ്, പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെയാണ് എന്ത് വിളിക്കുക, പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെയാണ് വിളിക്കുക അയോൺസ് എന്ന് വിളിക്കുക. അപ്പോൾ അത് കാറ്റയോൺ ഉണ്ടാകുന്നത് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒന്നോ അതിലധികം ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ടാണ്. അതുപോലെ ആനിയോൺ ഉണ്ടാകുന്നത് ന്യൂട്രൽ ആറ്റത്തോടെ ഒന്നോ അതിലധികം ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഇൻ ആൻ അയോൺ. അയോണിലെ ന്യൂക്ലിയസിന്റെ സെന്ററും ഔട്ടർമോസ്റ്റ് ഓർബിറ്റും തമ്മിലുള്ള ആ ദൂരത്തെ തന്നെയാണ് നമ്മൾ അയോണിക് റേഡിയസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അത് അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി കാറ്റയോൺ അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺ ഉണ്ടാകുന്നത് ലോസ് ഓഫ് 1 or more ഇലക്ട്രോൺസ് ബൈ എ ന്യൂട്രൽ ആറ്റം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ലൂസിങ് ഓഫ് 1 or more ഇലക്ട്രോൺസ് ഫ്രം എ ന്യൂട്രൽ ആറ്റം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സോഡിയം അയോൺ. ഇപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ഇപ്പോൾ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് എഴുതുകയാണ് 2, 8, 1 എന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് Na+ ആയിട്ട് മാറും. അതിനെ നമ്മൾ സോഡിയം അയോൺ എന്ന് വിളിക്കും, സോഡിയം അയോൺ. അപ്പോൾ Na+ +1 ഇലക്ട്രോൺ. അതുപോലെ അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13. ഇപ്പോൾ 283 എന്ന് എഴുതാം. അപ്പോൾ അതിൽ 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് Al3+ ആയിട്ട് മാറും. ആൻഡ് 3 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടും. ഇനി ഇതിന്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ അയോൺ ആണോ പോസിറ്റീവ് അയോൺ ആണോ അല്ലെങ്കിൽ അതിന്റെ പേരന്റ് ആറ്റം ആണോ ചെറുത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം. ഇപ്പൊ ഈ Al3+-നകത്താണെങ്കിൽ 13 പ്രോട്ടോൺസ് ന്യൂക്ലിയസിലുണ്ട്. പക്ഷെ ഇലക്ട്രോൺസ് എത്രയേ ഉള്ളൂ? 10 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എന്താണ് അത് ഈ 13 പ്രോട്ടോൺസ് 10 ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് ന്യൂക്ലിയസിലേക്ക് വലിക്കുന്നത് കൊണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് ചുരുങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെന്ന് പറയാൻ പറ്റും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ടർ ഷെല്ല് കൂടുതലും ഉള്ളിലേക്ക് വലിയപ്പെടും. അപ്പോൾ സൈസ് കുറയുന്നു. അതുപോലെ ഈ ഇലക്ട്രോണിന്റെ എണ്ണം കുറയുന്നത് കൊണ്ട് ഇലക്ട്രോണ് തമ്മിലുള്ള റിപ്പൽഷൻ കുറയുന്നു. ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഒരു കാറ്റയോൺ അതിന്റെ പേരന്റ് ആറ്റത്തെ അപേക്ഷിച്ച് ചെറുതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു ആനിയോൺ, നെഗറ്റീവ് അയോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം.